ഏവർക്കും +1 കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 കൊമേഴ്സ് എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കോർ സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി 2 രീതിയിലാണ് +1 വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഒന്നാമത്തേത് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, രണ്ടാമത്തേത് അക്കൗണ്ടൻസി വിത്ത് AFS. നമുക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. ഇത് ഒരു പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് വിത്ത് പ്രാക്ടിക്കൽ. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഇയറിലെ തിയറി എക്സാമിനേഷൻ 60 മാർക്കിനുള്ളതാണ്. ഇതുകൂടാതെ കണ്ടിന്യൂസ് ഇവാലുവേഷന് 20 മാർക്കുണ്ട്. ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ടൻസിക്ക് പ്രാക്ടിക്കൽ ഇല്ല. അങ്ങനെ ആകെ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഇയറിൽ ലഭിക്കാവുന്ന മാർക്ക് എന്ന് പറയുന്നത് 80 ആണ്. 60 മാർക്ക് തിയറി എക്സാമിനേഷൻ, 20 മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ +1 അല്ലെങ്കിൽ +2 തിയറി എക്സാമിനേഷന് 30% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിദ്യാർത്ഥി പാസ്സായതായി പരിഗണിക്കുകയുള്ളൂ. അതായത് തിയറി എക്സാമിനേഷന് സെപ്പറേറ്റ് മിനിമം പാസ് മാർക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ 60 മാർക്കിൻ്റെ തിയറി എക്സാമിനേഷന് 18 മാർക്ക് ലഭിച്ചാൽ മാത്രമേ ആ വിദ്യാർത്ഥി പാസ്സായതായി പരിഗണിക്കുകയുള്ളൂ. കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് ജയമോ തോൽവിയോ നിർണ്ണയിക്കുന്നതിന് പരിഗണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ തിയറി എക്സാമിനേഷന് 18 മാർക്കിൽ താഴെ ലഭിക്കുന്ന വിദ്യാർത്ഥി ഫസ്റ്റ് ഇയറിൽ ഫെയിൽഡ് ആയതായി പരിഗണിക്കും. ഇനി നമുക്ക് +1 അക്കൗണ്ടൻസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. +1 അക്കൗണ്ടൻസി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ആകെ 15 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 15 ചാപ്റ്റർ. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് തുടങ്ങി 15ാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് സിസ്റ്റം യൂസിങ് DBMS. ഇങ്ങനെ ആകെ 15 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഓരോ ടേമിലും പഠിക്കേണ്ട യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ടേമിന് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത്. ഇതൊരു തിയറി ചാപ്റ്ററാണ്. അക്കൗണ്ടൻസി സബ്ജക്റ്റിൽ തിയറിയും പ്രോബ്ലവും അടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഒരിക്കൽ കൂടി +1 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. +1 അക്കൗണ്ടൻസി എന്തൊക്കെ പുതുമകൾ നിറഞ്ഞതാണ്? നിങ്ങളിത് ഹൈസ്കൂളിൽ പഠിച്ചിട്ടില്ല. എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി? ബിസിനസ് അക്കൗണ്ട്സ് എങ്ങനെ തയ്യാറാക്കണം എന്നതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ബിസിനസ്സിൻ്റെ ലാഭനഷ്ട കണക്കുകൾ ആവശ്യമായവർക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. ബിസിനസ്സിൻ്റെ കണക്കുകൾ ആർക്കാണ് ആവശ്യമായിട്ടുള്ളത്? ബിസിനസ്സിൻ്റെ എക്സ്റ്റേണലും ഇൻറ്റേണലും ആയിട്ടുള്ള
യൂസേഴ്സിനാണ് ബിസിനസ്സിൻ്റെ കണക്കുകൾ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ കണക്കുകൾ എങ്ങനെ, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്? അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം, റിസീവ്സ് ഡാറ്റ ആസ് ഇറ്റ്സ് ഇൻപുട്ട്, പ്രോസസ്സിംഗ് ഡാറ്റ, ഗിവ്സ് ഔട്ട്പുട്ട് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അക്കൗണ്ടിങ് എന്താണ്? ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. റിസീവ്സ് ഡാറ്റ ആസ് ഇൻപുട്ട്, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ യൂസേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഔട്ട്പുട്ട് നൽകുക. അതാണ് അക്കൗണ്ടിങ് കൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫാദർ ഓഫ് അക്കൗണ്ടിങ്. ഈ അക്കൗണ്ടിങ് തുടക്കമിട്ടത് ആരാണ്? ഫാദർ ഓഫ് അക്കൗണ്ടിങ് ലൂക്ക പാസിയോളി. ആരാണ് ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ലൂക്ക പാസിയോളി. ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായിരുന്നു. അതോടൊപ്പം ഒരു ഇറ്റാലിയൻ പ്രീസ്റ്റ്, പുരോഹിതനുമായിരുന്നു ലൂക്ക പാസിയോളി. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1447 മുതൽ 1517 വരെയാണ്. അദ്ദേഹമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക, അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ലൂക്ക പാസിയോളി. അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുന്ന പഠനശാഖയാണ് അക്കൗണ്ടൻസി. ചിലപ്പോൾ നിങ്ങൾ പല രീതിയിൽ അക്കൗണ്ടിങ്ങിന് വിളിക്കാറുണ്ട്, പല പേരുകൾ കേൾക്കാറുണ്ട്. അക്കൗണ്ടൻസി, അക്കൗണ്ടിങ് ഒക്കെ. അപ്പോൾ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ കണക്കുകൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുന്ന പഠനശാഖയാണ് അക്കൗണ്ടൻസി. ഓക്കെ, നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ ആരാണ്? ലൂക്ക പാസിയോളി. അക്കൗണ്ടൻസി അല്ലേ? അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുന്ന പഠനശാഖയാണ് അക്കൗണ്ടൻസി. ദെൻ ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി. നേരത്തെ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് financial information to users. Accounting shows the profit earned or loss incurred during the accounting period. It also displays the value and nature of assets, liabilities and capital. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. ദെൻ രണ്ടാമത് എന്ത് ചെയ്യുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്ന് റെക്കോർഡ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് നടന്നത് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. നാലാമത് സമ്മറൈസ് ചെയ്യുന്നു. ഓരോ തരത്തിൽപ്പെട്ട കാര്യങ്ങളും കൂട്ടി
നോക്കുന്നു. ദെൻ ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്, ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അവസാനമായി കമ്മ്യൂണിക്കേറ്റിംഗ് ടു ഇറ്റ്സ് യൂസേഴ്സ്. ആർക്കാണോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളത് അവർക്ക് നമ്മൾ ആ വിവരങ്ങൾ എത്തിച്ച് കൊടുക്കുന്നു. ഇപ്പം നമുക്കറിയാം, നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ കണക്കുകൾ അതെന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ കൃത്യമായിട്ടത് എഴുതി വെക്കുന്ന വീടുകളുണ്ടാകാം അല്ലേ? അപ്പോൾ ആദ്യം എന്താ ചെയ്യാം? എന്താണ് ചെയ്യേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. രണ്ടാമതായിട്ട് അതൊക്കെ ഓരോന്നും റെക്കോർഡ് ചെയ്യുന്നു. മൂന്നാമത് ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ആ പണം ഉപയോഗിച്ചത് എന്ന് തരംതിരിക്കുന്നു. നാലാമതായി അത് കൂട്ടി നോക്കുന്നു. അഞ്ചാമതായി ഒരു വിശകലനം നടത്തുന്നു. ലാസ്റ്റ്ലി വേണ്ട വിവരങ്ങൾ ആവശ്യക്കാർക്ക് എത്തിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് എന്നതിൽ നമ്മളും ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സും ചെയ്യാൻ പോകും. ദെൻ ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. According to the American Institute of Certified Public Accounts, American Institute of Certified Public Accounts, AICPA എന്ന് ചുരുക്കത്തിൽ പറയാം, defines accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടൻസിയുടെ സവിശേഷതകളെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഒരു ഡെഫിനേഷൻ്റെ രൂപത്തിൽ തന്നിരിക്കുകയാണ്. വ്യക്തമായ നിർവചനമാണ്. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്. ഒരു കലയാണ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാര്യങ്ങൾ ക്രോഡീകരിച്ച് വെക്കുന്ന ഒരു കലയാണ് അക്കൗണ്ടിങ്. ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലാസിഫൈ ചെയ്യുക, അത് കൂട്ടി വയ്ക്കുക. അങ്ങനെയുള്ള ഒരു കലയാണ് അക്കൗണ്ടിങ്. അവസാനം ഇതിൻ്റെ ഒരു റിസൾട്ട് ആവശ്യക്കാർക്ക് എത്തിച്ച് കൊടുക്കുക. അപ്പം പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഒരിക്കൽ കൂടി ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? AICPA. എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് AICPAയുടെ ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the results thereof. ശാസ്ത്രീയമായി ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുക. കൃത്യമായി ഒരു പ്രത്യേക രീതിയിൽ രേഖപ്പെടുത്തി വെക്കുക. ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, അതാണ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.